ഇവിടുന്ന് പോകാൻ നമുക്ക് വളരെ വിഷമമുള്ള കാര്യമില്ലേ. പൈസ കിട്ടുന്നതല്ലാതെ ഞാൻ എന്ത് എടുത്ത് കൊടുക്കണം. ഞങ്ങൾക്ക് ഇനി വീടിക്ക് വിമാനത്തിൽ നിന്ന് അയക്കാൻ നടക്കണം. നമസ്കാരം, ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് കരിപ്പൂരിലാണ്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിനായി സ്ഥലം ഏറ്റുകൊടുത്തത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു നടപടിയാണെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടിരുന്നു. 76 കുടുംബങ്ങളിൽ നിന്നും 12.48 ഏക്കർ ഭൂമിയാണ് റൺവേ വികസനത്തിനായി പൊന്നും വിലയ്ക്ക് സർക്കാർ വാങ്ങിയത്. സർക്കാരിന്റെ നടപടികൾ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴിവിടുത്തെ പ്രതിസന്ധി 19 കുടുംബങ്ങൾക്ക് ഇതിന്റെ പണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകിയത് കാരണമാണ് ഈ പണം ലഭിക്കുന്നതിന് കാലതാമസമുണ്ടാകുന്നത് എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് നൽകി 2 മാസത്തിലേറെ സമയമായിട്ടും ആർക്കും പണം ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ കാലതാമസം? സർക്കാർ ചട്ടങ്ങൾ മുറ പോലെ എന്ന് പറയുന്നത് പോലെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള മറുപടികൾ. നമ്മോടൊപ്പം ചേരുന്നത് വിമാനത്താവള റൺവേ വികസനത്തിനായി ഭൂമി വിട്ടുകൊടുത്ത കുടുംബാംഗങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വിമാനത്താവള വികസനത്തിന് വേണ്ടി പലതവണ ഭൂമി വിട്ടുകൊടുക്കാൻ നിർബന്ധിതരായവരാണല്ലോ. നിലവിലെ ഒരു അവസ്ഥ എന്താണ്? നിലവിലെ അവസ്ഥ പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ജനിച്ചു വളർന്ന വീടാണ്. നമ്മളെ ചെറുപ്പം മുതൽ ഇവിടെ വളർന്ന ആൾക്കാരാണ്. അയൽവാസികൾ എല്ലാം ഒക്കെ നഷ്ടപ്പെട്ടാൽ പോയത് ഇവിടെ ഞങ്ങൾ. ഇപ്പം എന്നിട്ട് ഒരു പൈസ ഇല്ലാത്തതിന് ഭയങ്കര വിഷമം നമുക്കുള്ളത്. നമ്മൾ പൈസക്ക് വേണ്ടി അന്വേഷിക്കുമ്പോൾ പോലെ ഒന്ന് പേപ്പർ റെഡി ആയാലും മറ്റേ റെഡി ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങൾ നീട്ടിക്കൊണ്ട് പോവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എന്താണ്, നിങ്ങൾ എത്ര സെന്റ് വിട്ടുകൊടുത്തത്? എന്താണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ളൊരു ഇപ്പോഴത്തെ ഒരു വിശദീകരണമൊക്കെ കിട്ടുന്നത്? ഞങ്ങൾ വിട്ടുകൊടുത്തത് 15 സെന്റ് സ്ഥലമാണ്. 2 വീടുമായിരുന്നു. അതിലൊരു വീടിന്റെ ക്യാഷാണ് കിട്ടിയത്, മറ്റേത് കിട്ടിയില്ല. അവന് പുനരധിവാസ പാക്കേജിൽ 10 ലക്ഷം രൂപ പറഞ്ഞിരുന്നു, അത് കിട്ടി. ആ 10 ലക്ഷം രൂപത്തിന് ഞങ്ങൾ വേറെ ഭൂമിക്ക് അഡ്വാൻസും കൊടുത്തു. ഇവര് ഈ 2 മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാ ഇടപാടും തീർക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹജ്ജ് ഹൗസിൽ മീറ്റിംഗ് നടന്നിരുന്നു. അതായത് ഈ ഭൂമി വിട്ടുകൊടുത്ത ആളുകൾക്ക് പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ നടന്നിരുന്നു. അന്ന് അവിടുന്ന് മന്ത്രി പറഞ്ഞതൊക്കെ ഈ പോയ ആളുകൾക്ക് നല്ല സന്തോഷമാണ്, നല്ല പാക്കേജാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്തു പോകുന്നതാണ്. പക്ഷേ ഈ ഇങ്ങനെ ഒരു വിഷയം അതിലുള്ളത് അന്ന് അവിടെ ചർച്ച ചെയ്തിട്ടില്ല. അന്ന് ഞങ്ങൾ പത്രക്കാരെ വിളിച്ച് പറയാൻ വേണ്ടി നിന്നപ്പോൾ അവർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. അന്ന് മന്ത്രി സാറൊക്കെ പറഞ്ഞതാണ് അതിന്റെ ആവശ്യമില്ല, നിങ്ങളെ പൈസ ഒക്കെ പെട്ടെന്ന് കയറും എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയം അവിടുന്ന് അവസാനിപ്പിച്ച് പോകുന്നതാണ്. പക്ഷേ ഈ ലീഗൽ സർട്ടിഫിക്കറ്റ് പിന്നീടാണ് ഇത് വിഷയമായി വന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ സാറ് പോയി കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ലീഗൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതുകൊണ്ട് ലീഗൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ വന്നിട്ട് പറയണത് ലീഗൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അതായത് ഈ മരണപ്പെട്ട, അതായത് എന്റെ അമ്മേന്റെ പേരിലായിരുന്നു ഭൂമി. അമ്മ മരണപ്പെട്ടതിന് ശേഷം പിന്നെ മക്കളെ ഞങ്ങളും അച്ഛന്റെ പേരിലായതുകൊണ്ട് അവകാശികളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. അത് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ആദ്യം ഒരു വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ഇതിനുള്ള പരിചയമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലൊക്കെ നടന്നത് കണ്ട് അവർ ചെന്നപ്പോൾ വില്ലേജിൽ പോയി ആദ്യം പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. അവിടുന്ന് അത് അക്ഷയയിൽ പോയി അടക്കുക. അക്ഷയയിൽ നിന്ന് പിന്നെ അത് ഒരു താലൂക്കിലേക്ക് വിടും. താലൂക്കിൽ തഹസിൽദാർ സാറാണ് ഇത് പിന്നെ ഈ സെക്രട്ടേറിയറ്റിലേക്ക് ഇത് അയക്കല്. അങ്ങനെ ഇത് അങ്ങനെ നീണ്ടു പോകുന്ന ഒരു സംഭവമാണ് പിന്നീട് മനസ്സിലായത്. എന്താണ് അവസ്ഥ? ഞങ്ങൾക്കും പൈസ ഇതേമാതിരി തന്നെ കിട്ടിയിട്ടില്ല. അവൻ പറഞ്ഞാൽ ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. ഞങ്ങളും കുറേ കിട്ടും, ഇന്ന് കിട്ടും, നാളെ കിട്ടും അങ്ങനെ പറഞ്ഞ് അത് കേട്ട് ഇരിക്കുകയാണ്. പിന്നെ അതിൻ്റെ അടിയിൽ ഇരുന്നാലും പിന്നെ അതൊക്കെ വീട് പൊളിച്ചാൻ വന്ന് അമ്മ ഞാൻ പറഞ്ഞു ഞങ്ങളെ പൈസ ഇട്ടാതെ വീട് പൊളിച്ചാൻ സമ്മതിച്ചില്ലാന്ന്. അങ്ങനെ പോയതാ ഓല് പൈസയും തന്നെ വീടും പൊളിച്ചു പോയാൽ പിന്നെ ഓലെ ഇത്തരം അടക്കാൻ ഞങ്ങൾക്ക് കഴിയൂലല്ലോ. അങ്ങനെ അതെ. എത്ര തവണ ഈ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട് കരിപ്പൂരിന് വേണ്ടിയിട്ട്? ഇതിനു മുമ്പ് ഇപ്പൊ ഈ പൈസ ഇങ്ങനെ കിട്ടാൻ വൈകിയാലേ എന്താ ചെയ്യാൻ പോണെങ്കി? ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്ഥലം എടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് വീടിട്ടണ്ടേ? അങ്ങ് സ്ഥലത്ത് വീടെടുക്കാനുള്ള ഇതാ ഞങ്ങൾക്ക് നോക്കണം. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 28 സെന്റ് സ്ഥലം ഇത് വായിക്കാം. അത് ഞങ്ങൾക്ക് തുമ്പില്ലേനും ഒന്നത്തിനും പറ്റൂല. ആ NOC കിട്ടൂല എന്നാ അവര് പറയണത്. പിന്നെ റോഡും വജ്ജൊന്നും അതും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് റോഡും വേണം. വൈജ് ഞങ്ങളെ പരിക്ക് വയ്യില്ല. ഒരു റോഡ് തരണ്ട് നിങ്ങൾക്ക് ഇതിലങ്ങോട്ട് പിന്നെ കുഴപ്പൻ്റെ മുതലുണ്ടായിക്ക് റോഡ് തരണ്ട് കാരണം അതിപ്പോൾ അതിനൊന്നും ഒരു ഇത് കാണില്ല. ഞങ്ങൾക്ക് ഇനി വീടിക്ക് വിമാനത്തിൽ നിന്ന് അയക്കാൻ ഇറങ്ങേണ്ടി വരും. അമ്മേ, എന്താ അമ്മയുടെ അവസ്ഥ?
അമ്മേൻ്റെ അവസ്ഥ അതാണ്. ആരും വീട്ടിലില്ല. ഞങ്ങൾക്ക് നാഥനായിട്ട് ഞാനും എൻ്റെ 2 കുട്ടികളും ഉള്ളു. പക്ഷെ കുട്ടികൾ വലിയൊരു സ്വരൂപം അവരെ അധ്വാനിക്കാൻ ഒരു നേട്ടം ഓലെ കൊണ്ടൊന്നുമില്ല. പിന്നെ ആ ഭൂമി 10 സെൻറ്റ് സ്ഥലവും ആ വീടുള്ളത് ഇപ്പോൾ കണ്ടില്ലേ, അത് തന്നെ ഉള്ളത്. അതുപോലെ പകുതി 70 ലക്ഷം, ആകെ 80 ലക്ഷമെന്ന് പറഞ്ഞാണ്ട് 10 ലക്ഷം മറ്റേ വാടക പൈസ പറഞ്ഞാൽ അങ്ങനെ തന്നെ. ബാക്കി 35 എന്താ പകുതി ബാങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞ്, അത് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. എന്നെ കൊണ്ട് എടുത്തിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൈസ ഫുള്ളും കിട്ടണം. ഞങ്ങൾക്ക് ഭൂമി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ആളും ഇല്ല, ഭൂമി ഇല്ല. ഈ പൈസ കിട്ടാൻ വൈകുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ലേ? വേറെ വീടൊക്കെ നോക്കിയോ, സ്ഥലമൊക്കെ നോക്കിയോ? ഞാനൊന്നും നോക്കിയില്ല, എനിക്ക് സുഖമില്ല. ഈ സർക്കാരിന്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ആശ്വാസമാണ് ഈ പറഞ്ഞ പോലെ അല്ലേ? പൈസ കിട്ടുന്നതല്ലാതെ ഞാൻ എന്ത് എവിടെ നിർത്തി കൊടുക്കണം? നമ്മൾ ഭൂമിക്ക് ചെല്ലും പോലും നമ്മൾ വിചാരിച്ച പൈസ ആവില്ലല്ലോ പറയാ. ഞങ്ങളിപ്പോൾ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ അത് തഹസിൽദാറിനോട് പറഞ്ഞു, നിങ്ങൾ 3 സെൻറ്റ് സ്ഥലം പരിത്ത് 10 സെൻറ്റ് പോയാണ്ട് 3 സെൻറ്റിൽ പരി അങ്ങനെ ഞാൻ ഉണ്ടാക്കണേ. എനിക്ക് 2 കുട്ടികളുണ്ടല്ലോ. അയാളങ്ങനെ എന്നോട് പറഞ്ഞത്. ഞങ്ങൾക്ക് എൻ്റെ വീടും സ്ഥലവും പോയതാണ്. 50 സെൻറ്റ് സ്ഥലത്തിൽ 24 സെൻറ്റ് സ്ഥലവും വീടും പോയി. പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഈ 10 ലക്ഷം മാത്രം കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ വാടകയ്ക്കാണ് നിൽക്കുന്നത്. ഇവിടെയുള്ള കാടപ്പടിയാണ്. ഇവരൊക്കെ വിളിച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പൈസയും കിട്ടണം. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ്. ഞാനൊരു മോനാണല്ലോ, അപ്പോൾ വീട്ടിലേക്ക് തന്നെ വരികയാണ്. പിന്നെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് റോഡൊന്നുമില്ല. റോഡുള്ള സ്ഥലമായിരുന്നു. അന്നോര് പറഞ്ഞ് കളക്ടർ മുഖാന്തരം പറഞ്ഞാണ് റോഡ് തരും, നിങ്ങൾക്ക് റോഡ് തരും. അപ്പോൾ ഇപ്പോൾ പന്തല് കെട്ടി വന്നപ്പോൾ കമ്പിവേലി കെട്ടിന്ന് റോഡൊന്നുമില്ല. ഒരു ചവിട്ട് വഴി പോലും, ഒരു ബൈക്ക് പോലും പോരാൻ കഴിയൂല. അതുകൊണ്ട് അതിക്ക് റോഡ് വേണം. ഞങ്ങൾക്ക് ഇവിടെ വീട് വെക്കണേ, NOC വേണം. ഈ കാശ് കിട്ടാൻ വൈകുന്നതിന്റെ കാരണം അന്വേഷിക്കുമെന്നും പറയുന്നുണ്ടോ? ഞങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത് പേപ്പർ ഞാനും മോനും കൂടിയാണ് ഈ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് 40 ദിവസമായി. അപ്പോൾ കൊണ്ടു ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ്, മോൻ ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് തരുന്ന പൈസ ഞങ്ങൾ വാടകയ്ക്കാണ് നിൽക്കുന്നത്, താമസിക്കുന്ന ഞങ്ങൾക്ക് വേണം. 10 ലക്ഷം കിട്ടിയിട്ട് സ്ഥലം വാങ്ങി 5 സെൻറ്റ് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. രജിസ്റ്ററൊന്നും കഴിഞ്ഞിട്ട് ജോലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടിയിട്ട് തരാം, അച്ഛൻ്റെ പൈസ കിട്ടിയിട്ട് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓല് പറഞ്ഞു 1 മാസം കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ സാറേ 1 മാസം കഴിയണമെന്ന് വെച്ചാൽ, അപ്പോൾ അന്ന് ശബരിമലയിലൂട്ടി പോയതാണ്. കളക്ടർ ഓല് വരണം, അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആധാരം വേണമെന്ന്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ആ കൂട്ടാധാരമാണ്. അച്ഛൻ്റെ ഏട്ടൻ്റെ കൂടിയാണ്. അപ്പോൾ അത് തരണം, മൂപ്പര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് തരണം എന്ന് പറഞ്ഞു. അതിന് ഇപ്പം എന്തിനായി എവിടെ വെച്ചാലും പോരെ എന്നാൽ പോരാ, ഏട്ടന് കൊടുക്കണം. അച്ഛൻ വല്യസം പ്രായമായ ആളാണ്, അപ്പോൾ അവർക്ക് കൊടുക്കണം, നിങ്ങൾ വേഗം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ 1 മാസം കഴിയും കിട്ടാനേ പറഞ്ഞു. പിന്നെ 2 മാസമായി. പിന്നെ വിളിക്കുമ്പോൾ ഒന്നും ഒരു ഫോൺ എടുക്കൂല. നമ്പർ നോക്കി ഓരോന്നും ഇങ്ങോട്ട് അല വിളിച്ചിട്ട് അവിടെ കട്ടാക്കി വെക്കും. ഞാൻ മിഞ്ഞാന്നും കൂടിയും വിളിച്ചിട്ടുണ്ട്. സഹചാരനൊക്കെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. കാശ് കൊടുക്കാനുള്ളവരാണ് ഫോൺ കൊടുക്കണില്ല. അങ്ങനെ അതാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ 7.5 സെൻറ്റ് സ്ഥലവും വീടുമാണ് ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി സ്ഥലം ഞങ്ങൾക്ക് അവിടെ 13 സെൻറ്റ് സ്ഥലം അവിടെ ഉണ്ട്. 20 സെൻറ്റായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇനി അതിലേക്ക് ഇപ്പോൾ NOC റെഡി ആവില്ല എന്നാണ് അവർ പറഞ്ഞത്. NOC കിട്ടൂല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ സ്ഥലം കിട്ടുന്നില്ല. ഞങ്ങൾക്ക് പുറത്തേക്ക് ഞങ്ങൾ സ്ഥലം അന്വേഷിക്കുമ്പോൾ സെൻറ്റിന് 4-5 ലക്ഷം രൂപയൊക്കെയാണ് ഞങ്ങൾക്ക് ഇതുപോലത്തെ സ്ഥലങ്ങൾ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ വീടെടുക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ NOC കിട്ടുന്നില്ല. അതാണ് വലിയൊരു പ്രശ്നം ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ അവിടെ നിന്നല്ല, ഇപ്പോൾ നമ്മൾ ഈ ഒരു ചുറ്റുപാടത്ത് എവിടെയും നമ്മളിപ്പോൾ വീടെടുക്കാൻ വേണ്ടി NOC കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലതാമസം പിടിക്കുകയാണ്. ഇപ്പോൾ ഇതിന് ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫീസർമാർ വന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞത്, ഈ എയർപോർട്ട് അതോറിറ്റിക്ക് സ്ഥലം കൊടുക്കുന്ന കാരണം നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റിന് ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സ്പീഡപ്പ് ആക്കി തരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് ഇന്ന് വരെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോയപ്പോഴാണെങ്കിലും ഇതിന് ഒരു 12 പേപ്പറോളം ഞങ്ങൾ ഇതിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിനൊന്നും എയർപോർട്ടിൻ്റെ അതോറിറ്റിയായി ബന്ധപ്പെട്ട് വന്നാന്ന് പറഞ്ഞിട്ട് പോലും അതിനൊന്ന് സ്പീഡപ്പ് ആയിട്ടോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. അപ്പോൾ അങ്ങനെ വരും നോക്കുകയാണെങ്കിൽ ഈ NOC ഇപ്പോൾ ഇവിടെ നിന്നല്ല, ഇതിന് കുറച്ച് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ പോലും NOC കിട്ടാൻ കുറച്ച് പ്രയാസമാണ് എന്ന് ടൈം പിടിക്കുന്നാണ് ഇവർ പറയുന്നത്. ഭൂമിക്ക് ആദ്യം നമ്മൾ ഉന്നയിച്ചൊരു പ്രശ്നം ഭൂമിക്ക് വില കിട്ടണം എന്നുള്ളതായിരുന്നു. അത് വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ നടത്തി. അതൊരു ഫലം കണ്ടു, ന്യായമായ വില കിട്ടി. പക്ഷെ പണം കിട്ടുന്നില്ല. പണം കിട്ടുന്നില്ല. കാരണം അത് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പാരി മരിച്ചു. കാരണം ഞങ്ങളെ സ്ഥലം പകുതി ഉമ്മയുടെ പേരിലും പകുതി ഉപ്പാടെ പേരിലുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളോട് ഒരു ദിവസം 5 മണിക്ക് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് നാളെ ഇറങ്ങണം എന്ന് പറഞ്ഞ്. പിറ്റേ ദിവസം 10 മണിക്ക് കീ വാങ്ങാൻ വേണ്ടിയിട്ട് അവർ വന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇത്രയും സമയം കൊണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ ഇറക്കി ഒഴിവാക്കുക, ഇവിടുന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ ഇവിടുന്ന് പോയത് കീക്ക് വന്നിട്ട്. അപ്പോൾ അത്രയും ഒരു ലാഘവത്തോടു കൂടി അവർ ഞങ്ങളെ ഇറക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് ക്യാഷ് തരുന്ന കാര്യത്തിൽ അവർക്കൊരു ഒരു ചിന്ത ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നൊരു അലംഭാവമുള്ള പോലെ തോന്നുന്നുണ്ടോ? ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അനുഭവം ഞങ്ങൾ ഇപ്പോൾ ഓഫീസറിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഇപ്പോൾ ശബരിമല ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് ഈ ഡ്യൂട്ടിയുള്ള സാറ്,
പിന്നെ പകരം ഒരു സാർ ഇല്ലേന്ന് ചോദിച്ചു ഞാനപ്പോൾ അപ്പോൾ ഉണ്ട്, പക്ഷെ സാറ് റിട്ടയർഡ് ആവാനായ കാരണം സൈൻ ചെയ്യാനുള്ള ഒരു പേടിയാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. വലിയ സംഖ്യ ആയതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് സൈൻ ചെയ്യാനുള്ള ഒരു പേടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് ഏബിൾ ആയിട്ടുള്ള ഒരാളെ വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞങ്ങൾ ഇത്രയും ഞങ്ങളെ കഷ്ടപ്പാട് കാണാനും വേണ്ടേ സർക്കാർക്ക്. നമ്മളിപ്പോൾ സർക്കാരിന് വേണ്ടി ഇങ്ങനെ സ്ഥലം വിട്ടുകൊടുക്കുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഞങ്ങളോട് പെരുമാറാൻ. പക്ഷേ അതൊന്നും ഇല്ലാണ്ട് ഞങ്ങളോട് നാളെ ശരിയാവും എന്നുള്ള രീതിയിലാണ് അവരോട് സംസാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ പോയി 2.5 മാസത്തോളമായി ഞങ്ങളെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ട്. ഇപ്പം ചേച്ചി പറഞ്ഞ് 40 ദിവസം, പക്ഷേ ചേച്ചിയുടെ ഇത് വൈകിയതാണ്. എൻ്റെതും പ്രവേട്ടൻ്റെതൊക്കെ ഞങ്ങൾ 2.5 മാസത്തോളമായി ഞങ്ങൾ സമർപ്പിച്ചു. ഞങ്ങൾ ഏറ്റവും ഫസ്റ്റ് ശരിയായത് ഞങ്ങളതാണ്. അതിന് അത്ര ശരിയാവാൻ കാരണം അത്രയും ഞങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഓഫീസിൽ പോയി ഇരുന്നിട്ടുണ്ട്. അവർ ഞങ്ങളോട് പറയും നിങ്ങൾ പൊക്കോ, ഞങ്ങൾ സൈൻ ചെയ്തോളാന്ന്. എന്നിട്ട് പോലും ഞങ്ങളത് കേൾക്കാണ്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ കൂലി കളഞ്ഞ്, അവനൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാ, അതൊക്കെ കളഞ്ഞ് ഈ ബുദ്ധിമുട്ടിക്കുന്നത് ആരെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. കാരണം ഞങ്ങൾ ഈ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് വേണ്ടവരെന്ന് പറഞ്ഞാൽ വാപ്പാരില്ലാത്ത മക്കളാണ് ഞങ്ങൾ. നമുക്ക് മുന്നിട്ടിറങ്ങാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനോ ഞങ്ങൾക്ക് ഒരു മുതിർന്ന ഒരാളില്ല. 20 വയസ്സായ 21 വയസ്സായ കുട്ടികളാണ് ഇതിന് ഓടി നടക്കുന്നത്. അതും കൂടെ ഒന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ മുൻനിരയിൽ നിന്ന് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട സർക്കാർ എന്തുകൊണ്ട് ഈ ക്യാഷ് ഇങ്ങനെ പെൻഡിങ്ങിലാവണമെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഞങ്ങൾ ഓഫീസർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയണത് പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ട്രഷറിയിൽ ക്യാഷ് ഉണ്ടെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് അത് പാസ്സാവണില്ല എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്കിടയിലുള്ള സർക്കാർ വക മാറ്റിയെന്ന് കരുതുന്നുണ്ടോ നമുക്കറിയില്ല. അങ്ങനെ പലരും പറയുന്നത് കേട്ട്, പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താ നമുക്കറിയില്ല. അറിയാണ്ടപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. നമുക്ക് 40 സെന്റ് ഉണ്ട്. അതിൽ 10 സെന്റാണ് എയർപോർട്ട് വികസനത്തിന് പോയത്. അതിൽ ബാക്കിയുള്ള സ്ഥലത്തിന് NOC തരൂല. ഒരു വീട് അവിടെ ഉണ്ട്, അതിൽ വഴിയുമില്ല. അപ്പോൾ അത് എന്തായാലും ഒന്നിക്ക് വഴി തരണം, മറ്റേ NOC തരണം. ഇതാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത്. പൈസ കിട്ടിയിട്ടില്ല. നമ്മൾ 10 സെന്റ് ഒരു വീടും പോയി, പക്ഷെ അതിന്റെ ക്യാഷ് കിട്ടിയിട്ടില്ല. പിന്നെ ഇന്ന് തരും നാളെ തരും എന്ന് പറഞ്ഞേക്കാണ് വിളിക്കും. അതാണ് പറഞ്ഞത്. വലിയ പ്രശ്നത്തിലാണ്. ഞങ്ങളിപ്പോൾ 2.5 മാസത്തോളം നമ്മൾ പേപ്പർ കൊടുത്തിട്ട്, അപ്പോൾ അന്ന് ഇവർ ഫസ്റ്റ് കീ വാങ്ങാൻ വരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ വീടോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഇല്ല, അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ പൈസ വിട്ടിട്ട് ഇറങ്ങിയാൽ പോരെ വെച്ച്. അത് പറ്റില്ല, നിങ്ങളിപ്പോൾ നാളെ തന്നെ ഇറങ്ങണം ഇവിടുന്ന്, ഞങ്ങൾക്ക് ഇനി ഇത് ബൗണ്ടറി ആക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി വെച്ച് അതെന്താ അറിയില്ല, അത് ഗവൺമെൻറ് ആയിട്ട് തീരുമാനിക്കുക. ഞങ്ങൾക്ക് ഓർഡർ നിങ്ങൾ ഇറക്കണം എന്നുള്ളത്. ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് ഇറങ്ങി, ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ നിങ്ങൾക്ക് വരുന്നതന്നെ. അത് പറഞ്ഞ് കറക്റ്റ് ഞങ്ങൾ തന്നു. പിന്നെ ഓരോ ദിവസങ്ങളും ഞങ്ങൾ എയർപോർട്ട് പോകും. എയർപോർട്ട് പിന്നെ ഇവിടെ താമസസ്ഥലത്ത് നിന്ന് ചോദിക്കും. അവിടെ നിന്നൊക്കെ ഒരു പറഞ്ഞ് 2 ദിവസം കൊണ്ട് പറയും. പിന്നെ ചെല്ലുമ്പോൾ പറയും ഒരു മാസം ഗ്യാപ്പ് പറയും. പിന്നെ ഒരു ചെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ ഇല്ല, ശബരിമലയിലാണ്, മുമ്പ് വന്നിട്ട് ഇത് റെഡിയാവുള്ളൂ. അങ്ങനെ ഒരു മാസം കാത്തുനിന്നു. അതിനുശേഷം ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു ഇപ്പോൾ പിന്നെ ആൾ മാറിയിട്ടുണ്ട്, ഞങ്ങളിത് പഠിക്കട്ടെ എന്നുള്ളത്. ഇവരിങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്കൊരു താമസം വരില്ലേ, നമുക്ക് വേറെ സാമ്പത്തികമില്ല വേറെ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട്. വേറെ ഭൂമിക്കാണെങ്കിൽ ഭയങ്കര റേറ്റാണ് ചോദിക്കണേ. ആ ഒരു ഭൂമിക്കാരൻ ചോദിക്കുമ്പോൾ നമുക്ക് സമയം പറയണ്ടേ, ഒന്നുകിൽ ഒരു മാസം 2 മാസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും ഞങ്ങൾ ഭൂമി വേറെ ആൾക്കാരെ ഞങ്ങൾ കൊടുക്കാൻ നിൽക്കുകയാണ്, നിങ്ങൾ തീരുമാനം. നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഇത് കേട്ടിട്ട് ഒരു ഉറപ്പ് പറയാൻ വയ്യ നമുക്ക് ഇന്ന സമയത്ത് കിട്ടുന്നുള്ളത്. സർക്കാരിന്റെ കാശ് കിട്ടിയിട്ട് വേണം വേറെ സ്ഥലം വാങ്ങിച്ചു. അത് വേണം ഞങ്ങൾക്ക്. ആ പൈസ കിട്ടാതെ വേറെ സാമ്പത്തികം ഇല്ലല്ലോ അവിടെ. വേറെ ഈ 10 സെന്റും ഒരു ഭൂമിയുള്ളത് അത് ഞങ്ങൾ ഇവർക്ക് കൊടുത്തു. ആ 10 ലക്ഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ഈ 10 ലക്ഷം ഞങ്ങൾ ഇപ്പോൾ പണിയില്ല, ആ പണിക്കും പോകണം, ഇതിന് അഡ്വാൻസും കൊടുക്കണം, വാടകയും കൊടുക്കണം. പിന്നെ നമ്മളെന്ത് ചെയ്യും, ഇപ്പോൾ ഓരോ കെട്ടിക്കാനായ മക്കളെ വീട്ടിലുള്ളത് അതൊക്കെ വേറെ ഓരോ ലോഡ്ജിലും കാര്യങ്ങളും കൊണ്ടുപോയിട്ടത്. ഇതിപ്പോൾ ഈ നിങ്ങളിതിന് മുമ്പ് സ്ഥലം വിട്ടു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കാര്യം ഒരു റൺവേ വികസനത്തിന് വേണ്ടി? ആദ്യം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റില് കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ 2ാമത്തെ പ്രാവശ്യം അത് അന്ന് ഈ റേറ്റൊന്നും ഇല്ലായിരുന്നു, തുച്ഛമായ സംഖ്യയുള്ളത്. വില കിട്ടിയിട്ടുണ്ട്. അത് വില ഉണ്ട് പറഞ്ഞിട്ടല്ലേ നമ്മൾക്ക് കാര്യങ്ങൾ നടക്കാൻ പൈസ തരണ്ടേ. ഉദ്യോഗസ്ഥന്മാരെത്തും ഉദ്യോഗസ്ഥന്മാരിങ്ങനെ പറയണം. അവർക്ക് ചിലപ്പോൾ ഓരോ റൂട്ട് അങ്ങനെ ആവും, അവർക്ക് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുന്നു. ഗവൺമെൻറ് അതിനൊരു തക്ക തീരുമാനം തരുന്നില്ല. ഇപ്പം നമ്മൾ മന്ത്രി ആയാലും അന്നായാലും ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞു പോയി. ഓരോ മൈക്ക് വെച്ച് പത്രക്കാരും വിളിച്ച് കാര്യങ്ങൾ നടത്തിയ പോലെ പോയി. പിന്നെ മന്ത്രിനെ കണ്ടിട്ടില്ല, MLA ഇല്ല. ഇപ്പം ആരിപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കായിന്. ശരിക്ക് ഈ ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളൊരു അലംഭാവമാണോ ഇതിൻ്റെ കാരണമായിട്ട് തോന്നുന്നത്? അതോ സർക്കാർ ഇത് വേണ്ട പോലെ പരിഗണിക്കാത്തതുകൊണ്ടാണോ? ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ ഡ്യൂട്ടിയോ ചെയ്യാൻ പറ്റില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള അലംഭാവമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കാനവർ കൊടുക്കില്ല. ഇപ്പം അതിൻ്റെ മുന്നേ കൊടുത്തിട്ടുണ്ടല്ലോ.
ഉദ്യോഗസ്ഥന്മാരെ ആവശ്യമില്ലാന്ന് നമ്മളെ മാത്രമല്ല ഒരു 76 ഇതില് നിങ്ങൾ 19 പേര് മാത്രമേ കാശ് കിട്ടാത്തുള്ളൂ. അതെ ഫുള്ള് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും പേരുടെ പുറത്ത് കിടക്കുന്നത്. നിങ്ങൾക്ക് എത്ര കിട്ടാണ്ട്? ഞങ്ങൾക്ക് ഇനി 35 ലക്ഷം കിട്ടാണ്ട്. എയർപോർട്ട് അതോറിറ്റി നമ്മളെ പറ്റിച്ചുകൊണ്ടേ നിൽക്കുകയാണ്, അത്ര പറയാനുള്ളൂ. ഇത് അമ്മയുടെ കൂടെ ആ അമ്മയുടെ അവസ്ഥയൊക്കെ വലിയ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളതല്ലേ? എത്രമാത്രം എത്ര വേഗത്തിൽ കിട്ടി അത്രയും നല്ലതല്ലേ? എത്ര നല്ലതാണ് വേഗത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ, അത്ര പറയാനുള്ളൂ. ഇതിപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ നടക്കുന്നുണ്ട്. ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒന്നും നടക്കാത്തത്. ഇവിടെ വേലി കെട്ടുന്ന പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്. ഇത് പൊളിക്കാനുള്ള ആളുകൾ വന്ന് നോക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സർക്കാർ ഈ കുടുങ്ങിയ ആളുകൾക്ക് പൈസ മാത്രമേ കൊടുക്കാത്തുള്ളൂ. ഇവിടുന്ന് ഇറക്കാൻ കാണിച്ചൊരു ഉഷാറ് പൈസ തരാൻ കൂടി ഇല്ല. ഇറങ്ങി പോയാലൊക്കെ ഇപ്പോൾ വല്ലാത്ത ദുരിതത്തിലാണ്. കാരണം മറ്റുള്ളവരുടെ വീട്ടിലും അതേപോലെ തന്നെ കോട്ടേഴ്സുകളിലൊക്കെ താമസിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ. ഇതിങ്ങനെ ഇനി നീണ്ടു പോവുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിൽ ഞങ്ങൾ വരും. അതിന് സർക്കാരിന് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് പൈസ കിട്ടാതെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അല്ല വേറെ ഞങ്ങൾക്ക് മാർഗ്ഗമില്ല. ഞങ്ങളെ വീട്ടിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിയുള്ളൂ, വേറെ മാർഗ്ഗങ്ങളില്ല. അതെ, എത്രയായി 2-2.5 മാസമായി. ഇപ്പം ഞങ്ങൾ പിന്നെ ലോഡ്ജിലോ ഏറ്റവും വാടക വീട്ടിൽ നിന്നിട്ട് ഇത് ഇന്ന് തരും നാളെ തരുമെന്ന് പറഞ്ഞിട്ട് കഴിയില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇനി കൊടുക്കാൻ കഴിയില്ല. ഞങ്ങളെ വീട്ടിൽ തന്നെ വരികയാണ്. എന്നിട്ട് പൈസ കിട്ടിയിട്ട് ഇറങ്ങി കൊടുക്കാം. ഈ ഒരു വീട്ടിൽ തിരിച്ചു വരുന്നുള്ള കാര്യം നിങ്ങൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞപ്പോൾ എന്താ അവർ പറഞ്ഞത്? എന്നാൽ അങ്ങനെ ചെയ്തോളി എന്ന് പറഞ്ഞു. അതെ അങ്ങനെ പറഞ്ഞു അവർ. അപ്പം നമ്മളിനി തീരുമാനം ഒരാഴ്ചക്ക് കാത്തിരിക്കും. എന്നിട്ട് ഞങ്ങളൊക്കെ വീട് വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ കയറി ഇരിക്കാനുള്ള പരിപാടിയാണ്. പൈസ കിട്ടിയിട്ട് ഇറങ്ങി കൊടുക്കാം, എന്നിട്ട് പണി നടന്നാൽ മതി. അല്ല വേറെ മാർഗ്ഗം ഞങ്ങൾക്കില്ല. നിങ്ങളെ മെമ്പർമാരൊക്കെ ഇതിൽ ഇടപെട്ടുന്നുണ്ടോ? എല്ലാവരും ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ സംഭവം വന്നപ്പോൾ ആർക്കൊന്നും പറയാനില്ല. മെമ്പറായാലും MLA ആയാലും ഒരാൾ അതെ സർക്കാരിന്റെ ഭാഗം സർക്കാർ എന്താ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന അവരെ പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെ വീട്ടിൽ വരിക, ഇവിടെ താമസാക്കുക, അപ്പോൾ പൈസ കിട്ടിയിട്ട് ഇറങ്ങി കൊടുക്കാം. ഇത് ഈ അതാ തിരിച്ച് വീട്ടിലേക്ക് വരികയാണുള്ളത്. നമുക്കറിയാം ഇതൊക്കെ ഇതിനോടകം തന്നെ എയർപോർട്ട് അതോറിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞു. വലിയ വിഷയമാവില്ലേ? വിഷയമാവും. പക്ഷേ വിഷയമാവട്ടെ, അപ്പോഴാണ് ജനങ്ങൾ അറിയുള്ളൂ. കാരണം സർക്കാരും എല്ലാവരുടെ ഇടയിലും ഇതൊന്ന് വിഷയമായി വരണമെങ്കിൽ മാത്രമേ ഞങ്ങളെ ക്യാഷ് കിട്ടുന്നുള്ളൂ. കാരണം ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടില്ല. ഇപ്പം തന്നെ ഇവർ പറയും നമുക്ക് നമ്മളെ മുറ്റടിച്ച് വരികയാലോ, എന്നിട്ട് നമുക്ക് കയറിയാലോ. കാരണം അത്രയും ബുദ്ധിമുട്ടില്ല. കാരണം ഇപ്പം ഇക്ക പറഞ്ഞു കെട്ടിക്കാനായ മോള് ഇങ്ങനെയൊക്കെ നമ്മൾ വേറെ നാട്ടിൽ പോയിട്ട് ഈ മക്കളൊക്കെ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒക്കെ അനുഭവിച്ചവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അല്ലാതെ പറഞ്ഞു കേൾക്കുമ്പോൾ അതൊക്കെ ആ കേൾവിയോട് കൂടി അവസാനിക്കും. പക്ഷെ അനുഭവിക്കുന്ന പോലെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുന്നുള്ളൂ. എന്ത് തോന്നാനാ, ഞങ്ങൾക്ക് കയറി താമസിക്കാൻ തോന്നണേ. അത്രയും മാനസികമായിട്ടും നമുക്ക് അത്രയും അടുപ്പുള്ള വീടല്ലേ. ഞങ്ങൾ ജനിച്ച് വളർന്ന വീടാണ്. ഞങ്ങൾ ഉപ്പ ഇവിടുന്നാണ് മരിച്ചു പോയത്. അത്രയും ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരു 100% ഞങ്ങൾ തൃപ്തിയോട് കൂടിയിട്ട് ഇറങ്ങിയതല്ലേ ഞങ്ങൾ. എന്നിട്ടും ഞങ്ങളെ മനസ്സിലെന്താ വികസനത്തിന് വേണ്ടിയല്ലേ, നമ്മളെ നാടിന് വേണ്ടിയല്ലേ എന്ന് വിചാരിച്ച് വിട്ടുകൊടുത്തിട്ട് ഇങ്ങനെ ഒരു വേദനാജനകമായുള്ള ഒരു അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അങ്ങനെ പറയുന്നതിലും ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാരണം ഇത് ഞങ്ങൾ സാഹചര്യം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. കേൾക്കേണ്ട പോലെ കേൾക്കണം അല്ലേ? അതെ കേൾക്കേണ്ട പോലെ കേൾക്കണം. എന്താണ് പറയാ? ഞങ്ങളിപ്പോഴത്തെ തീരുമാനം അത് തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഞാൻ പിന്നെ കിഷോർ സാറായിട്ട് സംസാരിച്ചിരുന്നു. ഞങ്ങൾ വീട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് പൈസ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ കയറി താമസിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് അത് കയറി താമസിക്കാൻ പറ്റില്ല, ഞങ്ങൾ എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറിയതാണ്. അപ്പോൾ താമസിച്ചാൽ പിന്നെ പോലീസും കേസൊക്കെ ആവും. കേസൊക്കെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു. കാരണം ഞങ്ങൾ എയർപോർട്ട് അതോറിറ്റിക്ക് കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞ് കണക്കിന് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളോട് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അപ്പോൾ ആ പറച്ചിൽ അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് പോകുന്നത്. ഞങ്ങൾ എന്തായാലും ഇതിന് കയറി താമസിക്കുകയാണ്. അപ്പോൾ ഒരു പറഞ്ഞതാണ് പോലീസ് കേസ്. രാഷ്ട്രീയക്കാരെങ്കിലും ഇടപെട്ടോ ഈ വിഷയത്തിൽ? ഇല്ല ആരും ഇടപെടുന്നില്ല. കാരണം ഞാനിപ്പോൾ കൗൺസിലർമാർക്കൊക്കെ വിളിച്ച് പറയണേ, അവരൊക്കെ അവരെ പണിയൊക്കെ പോയി, ആരും വന്നിട്ടില്ല. ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഈ വാർഡിൽ രണ്ട് വാർഡാണ്, 29, 30 2 വാർഡാണിത്. 30-ാം വാർഡിലെ കൗൺസിലറോട് പറഞ്ഞ് അയാൾ വന്നില്ല, 29 പറഞ്ഞു അവർ വന്നില്ല. അപ്പോൾ നമ്മളെ ഈ കൗൺസിലർമാർ വരെ നമ്മളെ ഒരു ഒഴിവാക്കുന്ന രീതിയിലാണ്. കാരണം ഈ എയർപോർട്ടിൽ ഭൂമി വിട്ടുകൊടുക്കാൻ വികസനത്തിന് വിരോധികൾ വരെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ അതിനൊന്നും എതിര് നിൽക്കാതെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ആളുകളാണ് അവരെ. ഞങ്ങളെയാണ് ഇവരിങ്ങനെ ഈ രീതിയിലേക്ക് തരം താഴ്ത്തി ഒരു ഏർപ്പാടാക്കി മാറ്റിയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതൊക്കെ പുനരധിവാസത്തിന് ഇതൊക്കെ തന്നെ തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. അവരെ സംബന്ധിച്ച് ഇതിനൊരു വില വാങ്ങി തന്നു, മറ്റ് നടപടികൾ പൂർത്തിയായപ്പോൾ അവരുടെ ജോലി കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പം ഈ പ്രശ്നം ആരും കേൾക്കാനും ഇല്ല, ഇടപെടാനുമില്ല, ആരുമില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും നമ്മൾ ഇവരോട് നിരന്തരം ഇവർക്ക് വിളിക്കുന്നുണ്ട്. എല്ലാ കൗൺസിലർമാർക്കാണെങ്കിലും ഇപ്പോൾ ഈ എയർപോർട്ട് അത് ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും ഞങ്ങൾ നിരന്തരം വിളിച്ച് അവർക്ക് സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ MLA ആയിട്ട് കൂടി ഒരു മീറ്റിംഗ് നടത്തുക എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് ഞങ്ങൾക്ക്. MLA എന്താ പറയുന്നത് നോക്കട്ടെ, MLA നോട് കാര്യങ്ങൾ സംസാരിക്കുക.
നിയമസഭ നടന്നിരുന്നു. അതിലും ഈ വിഷയങ്ങൾ പറഞ്ഞാല് ഈ ഭൂമി ഏറ്റെടുത്തതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എല്ലാവരും വിചാരിച്ചു. അല്ല, ഇങ്ങനെ സംഭവം ആരും ഇതുവരെ പുറത്ത് വരുന്നില്ല. കാരണം അന്വേഷിക്കാൻ ആളില്ല. ഇപ്പൊ ഇതിൽപ്പെട്ട ആളുകളൊക്കെ സാധാരണക്കാരാണ്. ആരും സാമ്പത്തിക ആയുള്ളവരില്ല. സാമ്പത്തിക ആയുള്ളവരും നിലയിലേക്കൊക്കെ പോയി അവർ ഇതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. ഇതൊക്കെ പാവപ്പെട്ടവരാണ്, അന്നന്ന് ജീവിക്കണവര്, രക്ഷിതാക്കൾ ഇല്ലാത്ത ആളുകൾ ഒക്കെയാണ് ഇതിലുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടി ഈ ബുദ്ധിമുട്ട് കാണാനും ഇപ്പൊ ആരുമില്ല. ഉദ്യോഗസ്ഥന്മാർ തിരിഞ്ഞു നോക്കുക പോലില്ല. നാടിനു വേണ്ടി സ്വന്തം കിടപ്പാടം വിട്ടുകൊടുത്തവരാണിവർ. ഇവർ ജീവിച്ചിരുന്ന മണ്ണും ഇവരുടെ അധ്വാനമായിട്ടുള്ള ഈ കെട്ടിടങ്ങളൊക്കെ ഈ നാടിനു വേണ്ടി വിട്ടുകൊടുത്തതാണ്. ഇവരുന്നയിക്കുന്നത് ന്യായമായ ഒരു ആവശ്യമാണ്. കാരണം ഇവർക്ക് ഇനിയൊരു മറ്റൊരിടത്ത് ജീവിതം പച്ചപിടിപ്പിക്കണമെങ്കിൽ, ജീവിതം തുടങ്ങണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ള ഈ പണം കിട്ടിയേ തീരൂ. അത് വൈകുന്തോറും ഇവരുടെ പുനരധിവാസമാണ് വൈകിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് ഇതിൽ നടപടിക്രമങ്ങൾ കുറച്ച് കാലതാമസം വന്നതാണ്, എത്രയും വേഗം കിട്ടും എന്നുള്ള സാധാരണ മറുപടിയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കേൾക്കാനാകുന്നത്. ഇതുതന്നെയാണ് ഇവരോടും ഉദ്യോഗസ്ഥർ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവർ വിട്ടുകൊടുത്ത ഈ വീടുകളിലേക്ക് തിരിച്ചു വരും. അതുണ്ടാക്കുന്നത് മറ്റ് ചില പ്രതിസന്ധികളാകും. ആ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ഈ ഘട്ടത്തിലെങ്കിലും ഇടപെട്ടേ തീരൂ. ഇവിടെ നമുക്ക് ഇനിയും കേൾക്കാനുണ്ട്. ജനപ്രതിനിധികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതിനുശേഷമേ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് എന്ത് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയാനാകൂ. കരിപ്പൂർ നിവാസികളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടു. നമ്മളിനി ഇതിൽ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമിന് എന്താണ് പറയാനുള്ളത് എന്നാണ് അന്വേഷിക്കുന്നത്. അദ്ദേഹം തന്നെ നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ഇപ്പോൾ കരിപ്പൂരിലെ ഭൂമി വിട്ടുകൊടുത്ത അവർ പറയുന്നത് 19 കുടുംബങ്ങളാണ്. അവർക്ക് ഈ അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വൈകിയതുകൊണ്ട് ഇപ്പോൾ പണം കിട്ടാൻ വലിയ കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങ് അതിൽ അന്വേഷണം നടത്തിയെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ നിലവിലൊരു സ്റ്റാറ്റസ്? നിലവിലുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. LHC ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കുറച്ച് താമസിച്ചു, സ്വാഭാവികമാണ്. കാരണം അവരുടെ വാല്യുവേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അവരോട് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ അവർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോഴേക്ക് കുറച്ച് വൈകി എന്നുള്ള സത്യമാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ അവസാനമായി കൊടുത്ത 10 ബില്ലുകൾ അത് ഏകദേശം 9,92,00,000 സംതിങ് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കൊടുത്തിട്ട് ഏകദേശം 15 ദിവസത്തിലധികമായി. നേരത്തെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടു എന്നായിരുന്നു സർക്കാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ കാശ് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാം ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അയച്ചു, അവിടെ നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ട്രഷറിയിൽ നിന്നും മറ്റുമൊക്കെ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ സാമാന്യ യുക്തിക്ക് യോജിക്കാത്തൊരു സംഗതിയാണ്. 6 മാസം മുമ്പ് സർക്കാർ ഇതിനു വേണ്ടിയിട്ട് കാശ് നീക്കിവെച്ചു, ഇതിൻ്റെ ഹെഡിലേക്ക് കാശ് അയച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ട്രഷറി ഓഫീസറോട് ചോദിച്ചപ്പോൾ ട്രഷറി ഓഫീസർ അവിടെ കാശ് വന്നിട്ടില്ല എന്നുള്ളതാണ് അവരും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശരി, 10 ആളുകൾ അങ്ങനെയുണ്ട്. 2 ആളുകൾക്ക് കൂടി LHC കൊടുക്കാനുണ്ട്. ബാക്കി 3 എണ്ണം കോടതിയിലേക്ക് പോകാനുള്ള കേസുകളായിട്ട് 15 കേസുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ശരി, അതിൽ ഈ മൈനറിൻ്റെ കേസുകളുണ്ട്, അതുപോലെ തന്നെ ഈ അബ്സ്കോണ്ടിങ് ആയിട്ടുള്ള ആളുകളുടെ കേസുകളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പേരിൽ അവർക്ക് ന്യായമായി കിട്ടേണ്ട ഒരു അവകാശം കിട്ടാതിരിക്കുക, അത് ലേറ്റ് ആവുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായമല്ല. കാരണം അവർ നേരത്തെ അവരുടെ പിന്നെ വീടുകളിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയി താമസിക്കേണ്ടതാണ്. പുതിയ വീട് കണ്ടെത്തണം, അല്ലെങ്കിൽ വാടക വീട്ടിൽ താമസിക്കണം. ഇതിനൊക്കെ പണം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ ഈ ഓരോ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അബ്സ്കോണ്ടിങ് ആണെങ്കിൽ ആ ആളുടെ പിന്നെ വിഹിതം മാറ്റിവെച്ചിട്ട് ബാക്കി അത് ഒരാളുടെ വിഹിതം അവിടെ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അവരുടെ വിഹിതം കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മൈനറുണ്ട് ഒരു കേസിലും. ഈ മൈനർ ആ കുട്ടിയുടെ പേരിലുള്ള എത്രയാണോ വിഹിതം അത് ആ കുട്ടിയുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യട്ടെ, ബാക്കിയുള്ളത് കൊടുക്കാനുള്ളൊരു തീരുമാനം അടിയന്തരമായി ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് കരുതുന്നുണ്ടോ? സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഇതുമായിട്ടല്ല എല്ലാറ്റുമായിട്ടും ബന്ധമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് കാര്യങ്ങളാണെങ്കിലും സർക്കാർ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു അനൗദ്യോഗികമായി അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം ബില്ലുകൾ അയക്കരുത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു കാരണം തന്നെയാണ്. പക്ഷേ ധനകാര്യ വകുപ്പ് മന്ത്രിയോടോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളോടോ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇല്ല എന്ന മറുപടി പറയുക. പക്ഷേ സ്വകാര്യമായി പലരും സമ്മതിക്കുന്നുണ്ട്. ഈ കാര്യം നമ്മുടെ മലപ്പുറത്തിൻ്റെ ചുമതലയുള്ള വി അബ്ദുറഹ്മാനായിട്ടും ധനമന്ത്രിയായിട്ടും അങ്ങ് നേരിട്ട് ഡിസ്കസ് ചെയ്യേണ്ടായോ, അവരെ ശ്രദ്ധപ്പെടുത്തുകയുണ്ടായോ? 2 മന്ത്രിമാരും മലപ്പുറം ജില്ലയുടെ പിന്നെ ചുമതലയുള്ള വി അബ്ദുറഹ്മാനായിട്ടും സംസാരിച്ചിട്ടുണ്ട്.
അദ്ദേഹം പറയുന്നത് ഇത് അങ്ങനെ തടസ്സം ഉണ്ടാവില്ല, തടസ്സം ഉണ്ടെങ്കിൽ അത് നീക്കിത്തരാം, ഞങ്ങളതിൽ ഇടപെട്ടാം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ ചാർജുള്ള മന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹം അതിൽ ഇടപെടാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ധനകാര്യമന്ത്രിയും പറഞ്ഞത് നിങ്ങൾക്ക് വലിയ തുക തന്നിട്ടുണ്ടല്ലോ, അത് കൃത്യസമയത്ത് കിട്ടും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം പഠിച്ചിട്ടുമില്ല, ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം പോകാൻ തയ്യാറായിട്ടുമില്ല. എന്താണ് ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം? ഇവരെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞു. എന്താണ് ഈ ആളുകളുടെ ഒരു പ്രശ്നം, ഒരു ജെന്യൂനായ ഒരു ഇഷ്യൂ ആണല്ലോ, എന്താ നമുക്കതിൽ ചെയ്യാൻ കഴിയും? ആളുകളുടെ ഇഷ്യൂ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ജെന്യൂനാണ്. മാത്രമല്ല അവരുടെ ഭയങ്കര വലിയ ഒരു ജീവിത പ്രയാസങ്ങൾ അവർക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം കടലിനും പിന്നെ കടലാടിക്കും മധ്യേ എന്ന് പറയുന്നത് പോലെ അവർ ഇവിടുന്ന് വിട്ടും ചെയ്തു അമ്മാത്തെത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവരുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നം പരിഹരിക്കണം. അതിനുവേണ്ടി MLA എന്നുള്ള നിലയ്ക്ക് ഞാനും മറ്റുള്ള ജനപ്രതിനിധികളും അവരവരുടേതായ വഴിക്ക് അവർ വേറെ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് പെട്ടെന്ന് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിച്ചു. ആ വീട്ടിലേക്ക് തിരിച്ചു കയറുന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് അവർ ശരിയാണ്. ഞാൻ തന്നെ അവരോട് നിങ്ങളുടെ കാശ് കിട്ടിയതിന് ശേഷം ഇറങ്ങിയാൽ മതിയെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം പാവങ്ങളല്ലേ, അവർ പുറത്ത് പോയിട്ട് എവിടെ താമസിക്കുന്ന അറിയാതെയാണ് അവർ ആ വീട്ടിൽ തന്നെ താമസം. അപ്പം കാശ് കിട്ടിയതിന് ശേഷം ഇറങ്ങിയാൽ മതിയെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അവരോട്. കഴിയാവുന്നതെല്ലാം ചെയ്യുന്ന അല്ലേ? തീർച്ചയായിട്ടും കഴിയാവുന്നതെല്ലാം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവർ ഭയങ്കര പ്രയാസപ്പെട്ട വലിയ കോടീശ്വരന്മാരൊന്നുമല്ലോ. അപ്പോൾ അവർക്ക് കോടീശ്വരന്മാർക്കാണെങ്കിൽ വേറെ വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവർ പാവങ്ങളല്ലേ, സാധാരണക്കാരായ ആളാണ്. ചെറിയ ആളുകൾ വളരെ ചെറ്റക്കുടിയിലൊക്കെ താമസിക്കുന്ന ആളുകളാണ്. ജനങ്ങളുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് MLA പറയുന്നത്. മാത്രമല്ല ഇക്കാര്യം മന്ത്രിമാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഇതിലൊരു കാരണമാകുന്നു എന്ന സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് ഉടൻ പരിഹാരമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ പ്രതിഷേധം നടത്തുന്ന, പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്ന ജനങ്ങളുടെ നാവായിട്ട് ന്യൂസ് 18 കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി